നിർത്തടി. എടി നീ രായനും കൂടെ പണ്ട് റബ്ബറും തോട്ടത്തിൽ കാപറക്കാൻ പോയ കഥ എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ രാതെ. നീ വെച്ചിട്ട് പോ. കുറെ കുരുത്തിനും പിടിച്ച പെണ്ണുങ്ങളുണ്ട്. ഇവളുമാരെ കൊണ്ട് ജീവിക്കാൻ പോയി. എന്റെ ദൈവമേ, ഒരു നാട് മുഴുവൻ തേച്ചിട്ട് നിൽക്കുകയാണ് പെണ്ണുമ്പുഴ. ചേച്ചി നിങ്ങൾ എന്തര ചേച്ചി പോകണത്ത് ഭയങ്കര അങ്ങ് കവലയിൽ കേൾക്കാല്ലേ നിങ്ങൾ അടി കൂടുന്നത്? നീ ആരടാ? ഞാൻ ഉണ്ണി ചേച്ചി. ആ ഉണ്ണിയെ നീ അങ്ങ് വളർന്നല്ലടാ. ഞാൻ അങ്ങ് വളഞ്ഞ. നീ എന്തിനു വന്നാ? ഞാൻ കല്യാണം പറഞ്ഞു വന്ന ചേച്ചി. രണ്ടാമതൊരു കല്യാണത്തിന് എനിക്കും താല്പര്യമുണ്ട്. പിന്നെ അന്നും ജീവിച്ചിരിക്കുമ്പോ അങ്ങനെ സംഭവിക്കൂല. ഇരുട്ടുവാക്കിയിട്ട് നമുക്ക് ഒളിച്ചോടാം. നീ മറുതെ കെട്ടി പുറക്കാനല്ല ഞാൻ വന്നത്. പിന്നെ ഞാൻ എന്റെ കല്യാണം വിളിക്കാൻ വന്നത്. നിന്റെ കല്യാണം? നീ പട്ടാളത്തിലായിരുന്നില്ലേ? ഇല്ല ചേച്ചി, ഞാൻ അമേരിക്കയിലായിരുന്നു. നിന്റെ അമ്മ കുടുംബശ്രീ വന്നിട്ട് പറഞ്ഞല്ലേ എന്റെ അമ്മ ക്യാമ്പിലാണെന്ന്. അയ്യോ, ഞാനേ അമേരിക്കയിൽ നേരെ നമ്മുടെ കുട്ടനാടല്ലേ നാട് ഗുരുദാസ ക്യാമ്പിലാണ് വന്നിറങ്ങിയത്. ആ ക്യാമ്പ്. പിന്നെ അമേരിക്കയിലെ വിശേഷമൊക്കെ എന്തരണ്ട്? വിശേഷമാണ് ചേച്ചി അമേരിക്കയില് തന്നെ. അവിടുത്തെ പട്ടികൾക്ക് വേണ്ട എല്ലാം VIP മോഡലാണ് അവിടുത്തെ ട്രീറ്റ്മെന്റ് എല്ലാം കൊടുക്കുന്നത്. പിന്നെ പട്ടിക്ക് താമസിക്കാൻ ഒരു ഫ്ലാറ്റുമാണ് കൊടുക്കുന്നത്. ഓ ദൈവമേ, അവിടുത്തെ ഒരു പട്ടിയായിട്ട് ഞാൻ ജനിച്ചാൽ മതിയായിരുന്നു. നിങ്ങളെ ജനനമൊക്കെ കറക്റ്റ് തന്നെ. പക്ഷെ സ്ഥലം മാറിപ്പോയെന്ന്. നീ കൂടുതൽ നാക്കല്ലേ. നിനക്ക് നാട്ടിൽ എന്തോന്നാടാ ജോലി? ചേച്ചിക്ക് അറിഞ്ഞൂടെ ചേച്ചി ഞാൻ ഈ കലയായിട്ടുള്ള ബന്ധം? എനിക്കറിഞ്ഞൂടെ. ആരല്ലേ നിന്റെ നാട്ടുകാർ പൊക്കിയത് ഇരുട്ടത്തിട്ട് തല്ലിയത് നീ ഇവിടെ നിന്ന് നാട് വിട്ടത്? നമ്മളെ അത് ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന കല. ഇത് ഉപജീവനമാർഗം പെയിന്റിങ്. പെയിന്റിങ് അത് പറ. എന്താ കല്യാണം എഴുത്ത് ഇതെങ്കിലും ഒന്ന് വായിച്ചേളാ. പിടി എഴുത്തൊക്കെ വായിക്കാം. എനിക്ക് നിന്ന് സംസാരിക്കാനുള്ള സമയമല്ല ചേച്ചി. നമ്മളെ അച്ഛൻ്റെ ആണ്ടാണ് നാളെ. അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അച്ഛന് ഇഷ്ടപ്പെട്ട ചിക്കനും മട്ടനും ബീഫും ഇതെല്ലാം വെച്ചൊരുക്കി അച്ഛൻ്റെ ആത്മാവിന് വേണ്ടി എൻ്റെ അച്ഛൻ നിത്യശാന്തി തരാൻ വേണ്ടി ഞങ്ങൾ കുടുംബക്കാരെല്ലാം കൂടെ വലിയൊരു ഫംഗ്ഷനാണ് നടത്തുന്നത്. നാളെയാണത്. നിന്നെ പോലൊരു മോനെ കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണോടാ. ഒരു മിനിറ്റ് ചേച്ചി, ഞാൻ അന്ന് ലൈവ് ഇട്ടോട്ടെ. അമേരിക്കയിലുള്ള എല്ലാവരും ഇവനെ പോലൊരു മോനെ കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം. കുറെ തന്നെ എന്നാളെ നോക്കാത്ത മക്കളുണ്ട്, അവരിത് കാണണം. മോനെ അച്ഛൻ എങ്ങനെ മരിച്ചത്? അച്ഛൻ ഒരാഴ്ച പട്ടിണി നടന്ന് അൾസർ വന്നല്ലേ മരിച്ചത്. എന്നെ അടിച്ചത്. എടാ ജീവിച്ചിരുന്നപ്പോ ഒരു നേരത്തെ ആഹാരം കൊടുത്തെങ്കിൽ അങ്ങനെ ചാവൂരുന്ന. ഇതേ വേറെ ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കേട്ടതായിരുന്നു. സ്വന്തം നന്ദ കണ്ടിലെടുത്തിട്ട് നിങ്ങളാണോ പറയുന്നത്? കുഴപ്പമില്ലായിരുന്നു. ഒരു ഫ്ലോ ഉണ്ടായിരുന്നു, പക്ഷെ കൗണ്ടർ കുറവായിരുന്നു. കുറെ സ്ഥലത്ത് തെറ്റിയല്ലേ? ഒന്ന് രണ്ടും മൂന്ന് സ്ഥലത്ത് ഒരു കട്ടായി പോയി സംഭവം. നീ പറഞ്ഞ പോലെ വലിയ കുറെ അങ്ങനെ ഒരു ഭയങ്കര രസകരമായ ഒരു കൗണ്ടറൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഇത് കുറവെന്നല്ല, ഇല്ലായിരുന്നു. ഒരു വിഷയം നിങ്ങളങ്ങ് സംസാരിച്ചു പോയി, അത്രേ ഉള്ളൂ. ചിരിക്കാനുള്ളത് കുറവായിരുന്നേ, സത്യം. സാരമില്ലെങ്കിലും കൊള്ളായിരുന്നു. കുഴപ്പമില്ല. തിരിഞ്ഞു നോക്കൂ. അതുവരെ എത്തിക്കാനേ നിങ്ങൾക്ക് പറ്റുള്ളൂ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ബാക്കി രണ്ടെണ്ണം കൂടെ തെളിപ്പിക്കാൻ നോക്കണം കേട്ടോ.